ഇന്നൊന്ന് അച്ഛൻ്റെ പെങ്ങളുടെ വീട്ടിലൊന്ന് പോയതാ. കുറേ നാളായി അവിടെയൊക്കെ ഒന്ന് പോയിട്ട്. അതുകൊണ്ട് തന്നെ ലച്ചും ഉണ്ടായി, അവളും ഉണ്ടായി കൂടെ. അവിടെ ആണെങ്കിൽ അമ്മായിയുടെ മോൻ്റെ മോളുണ്ട്, ബൂബു എന്നാണ് ഞങ്ങൾ വിളിക്കണത്. അപ്പോൾ പുള്ളിക്കാരി ഞങ്ങളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ് പുള്ളിക്കാരിക്ക്. കാരണം കളിക്കാൻ ആരുമില്ലാത്ത കാരണം ചേച്ചിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ദേ ഇരിക്കുന്ന ആൾ ഇതാണ് ബൂബു എന്ന് പറയണത്. ശരിക്കുള്ള പേര് നൈനിക എന്നാണ്, ഞങ്ങൾ വിളിക്കണതാണ് ഈ ബൂബു എന്ന്. പിന്നെ അവിടെ കടപ്പുറം ഏരിയ തന്നെ നന്നായി കളിക്കാനും സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നേരെ കൊച്ചിനെ എടുത്തത് കടപ്പുറത്തേക്ക് ഒന്ന് പോയി. അവിടെ ചെന്നപ്പോഴാണ് നോക്കണത് ഈ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കണം. ഇങ്ങനെ വള്ളിച്ചെടിയുമുള്ള പൂക്കളാണിത്. കടപ്പുറത്തെ ഏരിയയിൽ മാത്രമേ ഇത് കൂടുതലും കാണുള്ളൂ. ഇത് കുറേ ഉണ്ടാകുമ്പോൾ നല്ല ഭംഗിയാണ്, ഫോട്ടോ എടുക്കാനും കാണാനൊക്കെ നല്ല ഭംഗിയാണ്. അങ്ങനെ ഇത് പറക്കില്ലായി പിന്നത്തെ പരിപാടി. ഈ കടപ്പുറം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ. 2018 ഓഗിയിൽ ഭയങ്കര വിപ്ലവം സൃഷ്ടിച്ച കടപ്പുറം വരുന്നത്. കാരണം ഫുള്ള് എല്ലാം നശിപ്പിച്ചത്. ഇപ്പോൾ കിടക്കണ കിടപ്പ് നോക്കിയാൽ നല്ല ശാന്തമാണ്. മഴക്കാലം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർക്ക് കടപ്പുറത്ത് നിന്ന് പോകേണ്ട വരും. കാരണം കടലേറി ആകെ കുളമൊക്കെ തരും. അതാണ് പ്രശ്നം. അങ്ങനെ ഞങ്ങളതേ കൊച്ചിനെയും കൊണ്ടുള്ള കളി തുടങ്ങി. കൊച്ചിനെ ഞങ്ങളതേ ലച്ചുവിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം കുറേ നാളായി ലച്ചുവിനെ കണ്ടിട്ട്, അപ്പോൾ അതിൻ്റെ സന്തോഷമായിരുന്നു. പിന്നെ ഈ പൂവും പറിച്ചുള്ള പരിപാടിയായിരുന്നു. പിള്ളേരെയും കൊണ്ട് കടപ്പുറത്ത് വരുമ്പോൾ കൂടുതലും ഈ കല്ലുകളൊക്കെ നോക്കണം. കാരണം കടപ്പുറത്തെ കല്ലുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊന്ന പോലത്തെ കല്ലുകളായിരിക്കുള്ളൂ. അതും ഈ മണ്ണിൻ്റെ ഇടയിലൊക്കെ ഉണ്ടാവും. മണ്ണ് മൂടിക്കിടക്കണ കാരണം നമ്മൊന്നും കാണൂല. പിള്ളേരപ്പോൾ അതുമ്പോൾ വീഴാണ്ടൊക്കെ നോക്കണം എന്തായാലും. കടപ്പുറത്ത് വരുമ്പോൾ അങ്ങനെ പ്രത്യേക കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കണം. ഈ ഒരു വൈകിട്ട് സമയത്തായിരുന്നു, അധികം വെയിലൊന്നും ഉണ്ടായില്ല ഞങ്ങൾ വന്നപ്പോൾ. അങ്ങനെ പിള്ളേരപ്പം കളിക്കലായിരുന്നു കൂടുതലും. കടലിലെന്ന് പറയുമ്പോൾ കടപ്പുറം എന്ന് പറയുമ്പോൾ ഇത് ഇഷ്ടംപോലെ സ്ഥലങ്ങളും ഇഷ്ടംപോലെ ഏരിയ ആദ്യം ഉണ്ടായ സ്ഥലങ്ങളായിരുന്നു. കടലേറി ഒരു വിധം പോയപ്പോൾ തന്നെ എല്ലാവരും ഇവിടെ നിന്ന് വിറ്റ് വേറെ മാറിപ്പോയി. അതാണിപ്പോൾ സംഭവിച്ചത്. എൻ്റെ വീട് ഇവിടെ തന്നെയായിരുന്നു. ഇവിടെ ഒരു ചെറിയ വീട് തന്നെയായിരുന്നു എൻ്റെയും. പണ്ടൊക്കെ കടപ്പുറത്ത് വരുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. കാരണം വീടിൻ്റെ ഉള്ളിൽ എപ്പോഴാണ് വെള്ളം വരുന്നതെന്നൊന്നും അറിയില്ല. പക്ഷെ ഇപ്പോൾ വിറ്റ് പോയപ്പോൾ ഒരു സമാധാനമുണ്ട്. പക്ഷെ എന്നാൽ ഇവിടെ ഭയങ്കര ശാന്തവും നല്ല അടിപൊളിയായിരുന്നു ഇവിടെ താമസിക്കാൻ. ഇപ്പോൾ പോകണോടത്തും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ ബെറ്റർ ഇവിടെ ആയിരുന്നു കൂടുതലും. അങ്ങനെ ദേ ഫുള്ള് പൂവൊക്കെ പറിച്ച് അതിൻ്റെ കറയൊക്കെ ദേ ഡ്രസ്സുമൊക്കെ ആക്കി വെച്ചേക്കായിരുന്നു പുള്ളിക്കാരത്തി. അമ്മ അറിഞ്ഞാൽ നല്ല കേൾക്കുമെന്നറിയാം. അതുകൊണ്ട് തന്നെ ഭയങ്കര ഇതായിരുന്നു. ലച്ചു ദേ കടപ്പുറത്ത് കളിക്കാൻ കൊണ്ടുപോയില്ല ഞാൻ. വെള്ളം കുറവാണെങ്കിലും അത്യാവശ്യം ഉള്ളിൽ ഇറങ്ങണം. ഞാൻ പിള്ളേരെ അങ്ങനെ ഇറക്കിയില്ല ഞാൻ കടപ്പുറത്ത്. എപ്പോഴും പിള്ളേരുള്ളപ്പോൾ എപ്പോഴും കടപ്പുറത്ത് പോകുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. കാരണം കടൽ എപ്പോഴാണ് ഇതാവണമെന്ന് പറയാൻ പറ്റില്ല. ചെരുപ്പിടാണ്ട് നടന്നിട്ട് കാല് പുള്ളിയിട്ട് ഇപ്പോൾ കരയനാണ്. മണ്ണിനൊക്കെ നല്ല ചൂടുണ്ടായി.